അതാ വരുന്നു രണ്ടും കൂടി. എന്താ ഒരു അവസ്ഥ. അത് പിന്നെ കൈ വിട്ട് പോയി. അതിനെ പിന്നെ ആ ദുബൈയിലുള്ള പെണ്ണുങ്ങളൊക്കെ പാടെ പെണ്ണിന്റെ രൂപത്തിലാക്കി അതിനെ. അത് അങ്ങനെ തന്നെ പോണ്. ആണായിട്ടും പെണ്ണായിട്ടും കിടക്കണം. ഇതിന്റെ അവസ്ഥ എന്താ? ഇതിന്റെ പിന്നാലെ നടക്കുന്ന ആ ചങ്ങായി. പണ്ട് ഞങ്ങളവിടെ ഒരു നാക്കുണ്ടായിരുന്നു. അതിന്റെ അതേ അവസ്ഥ ഇപ്പൊ ഇത്. ഇവൻ ഈ മറ്റേ പൂരപ്പറമ്പിന്ന് കുട്ടികൾക്ക് നമ്മൾ ഒരു കണ്ണാടി മേടിച്ചു കൊടുക്കില്ലേ, അതുപോലത്തെ ഒരു വെള്ളയും പച്ചയൊക്കെ കണ്ണാടിയും വെച്ച് ആ താടിയും മുടിയും അവന്റെ ആ കീറിയ പാൻറ്റും ഒക്കെ പാടെ വരുന്ന വരവൊക്കെ. എന്താ അവസ്ഥ അല്ലേ? അതിന്റെ പേരും പൊട്ടാണ്, മലപ്പൊട്ടാണക്ക് നാണല്ലേ നായത്. ഇങ്ങനെ ഈ ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു ചെക്കൻ്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ. അല്ല, ഇത്രത്തോളം കുണ്ടിനെ സ്നേഹിച്ച അന്നെ പോലത്തെ ഒരാൾ വേറെ ഉണ്ടാവില്ല, ദുനിയാവിലുണ്ടാവില്ല. അത് സത്യത്തിൽ ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയം കുണ്ടിനോട് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. അത് ഇപ്പം എൻ്റെ കാര്യത്തിൽ അങ്ങനെ വല്ലാത്തൊരവസ്ഥ. എൻ്റെ ജി എന്ത് പൊട്ടനാടാ ജി. വല്ലാത്തൊരവസ്ഥ. കക്കൂസിനെ സ്നേഹിച്ചവൻ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. എന്തൊക്കെ രൂപത്തിലുണ്ട്. ഒരാണല്ലേ നായി. എൻ്റെ പേരക്കാരെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. അല്ല, എന്നെ കൈ കിട്ടിയെങ്കിലല്ലേ ഇപ്പം അവർക്കൊന്ന് നീട്ടി തല്ലാൻ പറ്റുള്ളൂ. ഈ 24 മണിക്കൂർ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സോഡ വെച്ച മാതിരി ഈ ചെക്കൻ്റെ പിന്നാലെ മൂലം മണപ്പിച്ച് കിടക്കുമല്ലോ. അല്ലെങ്കിൽ ഇപ്പം അന്നായിട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പേരും തല്ലു തല്ലൂല, എന്നെ തച്ച് പുറം പൊളിച്ചിട്ടുണ്ടാവും. ഇമ്മാതിരി കാട്ടിക്കൂട്ടൽ. എന്താ പോക്ക്. നേർച്ച പറമ്പിലേക്ക് ഈ പൂരപ്പറമ്പിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകണ മാതിരില്ലേ. ഈ കത്തണ സൂസും കൂടി മേടിച്ചു കൊടുക്കടിയേ. ഇതേ മൂതകറാണി ജോനിക്കേ ആ കത്തണ സൂസും കൂടി ഒന്ന് മേടിച്ചു കൊടുക്കുന്ന, അതും കൂടി ഇട്ടിട്ട് നടത്തിക്ക്. ഏതായാലും നടത്തുക, ഏതായാലും കോമാളിത്തരം കിട്ടുന്ന കളറായിക്കോട്ടെ. വല്ലാത്തൊരു ജന്മങ്ങൾ അല്ലേ. എന്താ അവസ്ഥ.